പാണാവള്ളി സ്വദേശി കണ്ണനെ കുറിച്ച് മാത്രമാണ് വിവരം കിട്ടാനുള്ളത്. ഭാഗ്യമാണ്, കാരണം ഈ 23 പേർ, വള്ളക്കാരൻ ഉൾപ്പെടെ 23 പേർ സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞത്. ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അതിൽ ആശ്വാസകരമായ ഒരു വിവരം നമുക്ക് കിട്ടിയത് ഈ കണ്ണൻ നീന്തൽ അറിയുന്ന ആളാണ്, അതുകൊണ്ട് ഒരു പലകയിൽ പിടിച്ച് നീന്തുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തുരുത്തിൽ നീന്തി ക്ഷീണിച്ചൊരു ഭാഗത്ത് കയറുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടി നമുക്ക് കാണാം എന്ന് തോന്നുന്നു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. 23 പേർ സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞ അപകടത്തിൽപ്പെട്ടത്. വള്ളക്കാരൻ ഉൾപ്പെടെ 23 പേർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാധാരണ നിലയിൽ വള്ളത്തിൽ കയറുന്ന അത്രയും ആളുകൾ മാത്രമാണ് ഇതിലും ഉണ്ടായിരുന്നത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വള്ളം മറിഞ്ഞ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് പാണാവള്ളി സ്വദേശി കണ്ണനെയാണ്. കണ്ണൻ എന്ന സുമേഷിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. വള്ളത്തിൽ പോയവരൊക്കെ തന്നെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്ന സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. നല്ല ശക്തമായ കാറ്റുണ്ടായിരുന്നു, അതാണ് വള്ളം മറിയാൻ ഇടയാക്കിയ സാഹചര്യം എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഏതായാലും കണ്ണൻ സുരക്ഷിതനായി ഇരിക്കുന്നു എന്ന് കരുതാം നമുക്ക്. അങ്ങനെ ഒരു ആശ്വാസ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വലിയ ശക്തമായ തിരച്ചിൽ നടക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. നാട്ടുകാരും ഈ തിരച്ചിലിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. ആ പ്രദേശത്തെ ആളുകൾക്കെല്ലാം, ഒരുവിധം ആളുകൾക്കൊക്കെ നല്ല നീന്തൽ അറിയുന്നതാണ് എന്ന് ഒരു പ്രദേശവാസി പറയുന്നത് നമ്മൾ കേട്ടു. അതായത് അതുകൊണ്ട് തന്നെ കണ്ണൻ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. തിരച്ചിൽ വളരെ ഊർജിതമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ടോബി ജോൺസൺ, ഞങ്ങളുടെ പ്രതിനിധി, സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. മറ്റ് അവിടെയുള്ള ആളുകളുടെ, ഈ യാത്ര ചെയ്ത ആളുകൾ, ഈ വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ, അവർ ഒരു ഷോക്കിലാണുള്ളത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ അവരിലേക്ക് പോകുന്നത് ഉചിതമായിരിക്കില്ല. ഏതായാലും ദൃക്സാക്ഷികളായിരുന്ന നാട്ടുകാർ അവരാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കാണാതായ ഈ പാണാവള്ളി സ്വദേശിക്ക് വേണ്ടി, കണ്ണൻ എന്ന സുമേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇയാൾക്ക് നീന്തൽ അറിയാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നീന്തിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് കണ്ണൻ ഇപ്പോഴുള്ളത്? ഏതെങ്കിലും തുരുത്തിൽ നിൽക്കുന്നുണ്ടോ? നീന്തി ക്ഷീണിച്ച് തളർന്ന് എവിടെയെങ്കിലും മാറി എത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും 4 പാടും എന്ന നിലയിൽ തിരച്ചിൽ നടക്കുകയാണ്. ഊർജിതമായി തന്നെ കണ്ണന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. നാട്ടുകാരും ഈ തിരച്ചിലിൻ്റെ ഭാഗമായി കൂടിയിട്ടുണ്ട്. ടോബി ജോൺസൺ, ഞങ്ങളുടെ പ്രതിനിധി, സംഭവ സ്ഥലത്തെത്തി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയായിരുന്നു. അവിടെയുള്ള ഏതാനും ചില പ്രതികരണങ്ങളും നമ്മൾ കണ്ടു. ഇനി ആരൊക്കെയാണ് ഈ കാര്യത്തിൽ ദൃക്സാക്ഷികളായിരുന്ന ആളുകൾ, അതുപോലെ അപകടത്തിൽപ്പെട്ട വള്ളത്തിൽ സഞ്ചരിച്ചിരുന്ന മറ്റ് യാത്രക്കാർ, അവരൊക്കെ സംസാരിക്കാൻ തയ്യാറാണോ എന്നുള്ളത് അറിയില്ല. ടോബിയിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ടോബി, നമുക്ക് ഈ ഒരുപക്ഷെ ഈ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ, അവർ ആ ഷോക്കിൽ നിന്ന് അവർക്കൊരു മോചനമായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് അവർ സംസാരിക്കാനുള്ള സാധ്യതയും കുറവാണല്ലോ. നാട്ടുകാരെങ്കിലും ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണം എടുക്കാം. നിലവിൽ ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് കണ്ണന് വേണ്ടി നടത്തുന്നത്, അല്ലേ ടോബി? തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകൾ ഇവിടെയുണ്ട്, നാട്ടുകാരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ പോലീസും ഒക്കെ എത്തിയാണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്പസമയം മുമ്പ് നമ്മൾ തഹസിൽദാറിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഇവിടെയുള്ള ആളുകളോട് കൂടി നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ ഒരു പ്രദേശത്തെ തിരച്ചിൽ എത്രത്തോളം നമുക്ക് ചോദിക്കാം, കൂടുതൽ ആളുകളോട് നമുക്ക് ചോദിക്കാം. അവരെല്ലാം പറയുന്നത് ഈ പ്രദേശത്തെ ഒരു തിരച്ചിൽ അത് അല്പം ദുഷ്കരമാണ് എന്നാണ്. കാരണം അത്രത്തോളം ഒഴുക്കുണ്ട്, അടിയൊഴുക്കുണ്ട്. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് ഇവർ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുമ്പോഴും ആ തിരച്ചിലിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത്രത്തോളം സുരക്ഷിതമായിട്ട് തിരയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു നടപടിയിലേക്ക് എന്തായാലും കടന്നിട്ടുണ്ട്. MLA അടക്കമുള്ളവർ ഇവിടെയുണ്ട്, തഹസിൽദാരുണ്ട്, ഒപ്പം തന്നെ കോട്ടയം SP ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നാണ് ഈ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക്, അതായത് മറ്റ് സ്ഥലങ്ങളിലേക്ക് എവിടേക്കെങ്കിലും നീന്തി കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കരകളിൽ കൂടിയുള്ള ഒരു തിരച്ചിൽ കൂടി നടത്തണം. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. GK. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും പാണാവള്ളി സ്വദേശി കണ്ണനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടില്ല. നാട്ടുകാരിൽ ഇപ്പോൾ അതൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം അപകടം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കണ്ണന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു എന്നതല്ലാതെ കണ്ണനെക്കുറിച്ച് ഒരു വിവരവും സൂചനയും ഇപ്പോൾ കിട്ടുന്നില്ല. എല്ലായിടും 4 പാടും തിരച്ചിൽ നടക്കുകയാണ്. എവിടെയെങ്കിലും കണ്ണൻ ഏതെങ്കിലും തുരുത്തിൽ കയറിയിരിക്കാനുള്ള സാധ്യത കൂടി നാട്ടുകാർ കാണുന്നുണ്ട്. കാരണം വീട്ടിലേക്ക് പാലും കടിയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പൊ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കടവരിയിലെ വീട്
ഞാനത് വെക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ വഞ്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് കണ്ടത്. ഇത്രയും ആളെയും വെച്ചു. അപ്പോൾ പെണ്ണുങ്ങളെല്ലാം വഞ്ചിയുടെ അകത്ത് ഇറങ്ങിയിരിക്കുക. നടുക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഈ ഓടിക്കണ ആളിങ്ങനെ യമഹ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന് പുറത്തേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വെക്കാനും വിറക്കണ കണ്ടുകൊണ്ട് ഞാൻ അന്നേരം ഓർത്തു, അയ്യോ ഇത്രയും പെണ്ണുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഇത് ഏതവനാണ് ഈ വണ്ടി ഓടിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഓർത്ത് ഞാൻ അകത്തേക്ക് കയറിയ സമയം കൊണ്ട് പെട്ടെന്ന് അയ്യോ കൊട്ടു നോക്കി ഞാൻ ഇറങ്ങി നോക്കിയിട്ട് ഇങ്ങോട്ട് വെള്ളം ഒഴുകി ഇങ്ങനെ പോന്നു. വെള്ളം ആളും എല്ലാം ഒഴുകി ഇങ്ങനെ തല മാത്രമേ കാണാവുള്ളൂ. ഈ വെള്ളം കമന്ന് കിടക്കുക, വെള്ളത്തിൽ എല്ലാവരും പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അയ്യോ കൊട്ട് കേട്ടപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര പ്രയാസം. ഞാൻ വേഗം തന്നെ ഓടി ഇവളെ ചെന്ന് വിളിച്ച്. ഇവള് ഉണ്ടായിരുന്നു അവിടെ. അവളെ വിളിച്ചിട്ട് വേറെ ആണുങ്ങൾ ആരും ഇല്ല അവിടെ. ഞാൻ പിന്നെ എല്ലാവരെയും വിളിക്കാനായിട്ട് ഫോൺ എടുത്തപ്പോൾ ഇവളോട് ഞാൻ പറയുന്നത് നേരെ സ്റ്റേഷനിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് വിളിച്ച്. അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയാണ് ആൾക്കാർ രക്ഷപ്പെടുന്നത്. ഞങ്ങളുടെ ഈ കരയോട് അടുത്തുള്ള നടുപ്പാകം കൊണ്ടാ രക്ഷിച്ച് ഇങ്ങോട്ട് നമ്മുടെ ഇവിടെ ഉള്ളവർ തന്നെ 2 വള്ളം കൊണ്ടുവന്നു. അവരെ കയറ്റി ഇവിടെ അടുപ്പിച്ച്. മറ്റേ വള്ളം ഒഴുകിപ്പോയി. ബാക്കിയുള്ളവർ ഇവർ 2 നമ്മുടെ രാമചന്ദ്രനും ചന്ദ്രൻ എന്ന് പറയുന്ന 2 പേരാണ്. അവരിങ്ങോട്ട് വള്ളത്തെ കൊണ്ടുവന്നവരെ അടുപ്പിച്ച് പെണ്ണുങ്ങളെ ആണുങ്ങളെയും കുറച്ച് പേരെ കയറ്റി. കുറച്ച് പേര് തുഴഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് വള്ളം വന്ന് അവരെ കുറച്ച് പേര് അങ്ങോട്ടും 2 മണിയായിട്ടാണ്. 2 മണി വെച്ചാൽ എൻ്റെ മകനെ ഞാൻ ആ സമയത്ത് വിളിച്ച്, എടാ ഇന്നപോലെ സംഭവം ഉണ്ടായിട്ട് നീ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഞാൻ അതാ 2 മണിയായിട്ടുണ്ട്. ഇവിടെയുള്ള സ്ത്രീകളാണ് ആ സംഭവ സമയത്ത് ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ശ്രീകല എന്ന് പറയുന്ന ചേച്ചിയാണ്. ആ ചേച്ചി ഈ സംഭവം നേരിട്ട് കണ്ട ആളാണ്. തൊട്ടടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? എന്താ ആ സമയത്ത് ഉണ്ടായിരുന്നത്? ഞാൻ അയ്യോകുട്ടനെ കേട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും വീട്ടിലായിരുന്നില്ല. ആ സമയത്ത് ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കുന്ന സമയം വരുന്നത്. ചേച്ചി കിടന്ന് അയ്യോകുട്ടനെ കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതേപോലെ മരിച്ച വീട്ടിൽ വന്ന് 10-30 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവരും മുങ്ങി വള്ളത്തിന്റെ അടിയിലൊക്കെ ആയിപ്പോയ ആൾക്കാർ എന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് എനിക്ക് വേറെ ഒരു നമ്പരും അറിയാൻ പാടില്ലായിരുന്നു വിളിക്കാൻ. ഞാൻ പെട്ടെന്ന് 100-ലേക്ക് വിളിച്ച് പോലീസിലേക്ക് അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ ആരും വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞ്. അങ്ങനെ ഫയറിന്റെ നമ്പർ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ആ നമ്പറിലേക്ക് കോള് പോകില്ല. പിന്നെ പോലീസുകാർ തന്നെ നമ്മളെ തിരിച്ച് വിളിച്ച് കറക്റ്റ് കാര്യങ്ങളൊക്കെ തിരക്കുകയും അവർ പെട്ടെന്ന് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറിനകം തന്നെ എല്ലാവരും വന്ന്. അപ്പോൾ ഇവിടെ രക്ഷപ്പെടുത്താൻ പറ്റണമെന്ന് വെച്ചാൽ കണ്ടവരും അറിഞ്ഞവരും ഒക്കെ ഓടിച്ചെന്ന് വള്ളത്തിൽ ചെന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അറിയുന്നവർ തന്നെയാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളൊക്കെയാണ്. എല്ലാവരെയും അറിയണവരാ. ഭാഗ്യം കൊണ്ട് അത്രയും ഈ വഴി അല്ല ഈ പുഴയിലൂടെ ഇങ്ങനെ എപ്പോഴും പോകാറുണ്ടോ വള്ളത്തിൽ? ഇത് എല്ലാവരും യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഞങ്ങളും ഒക്കെ വള്ളത്തിലാണ് പോവുകയും വരികയൊക്കെ ചെയ്യണത്. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ ഇത്രയും മോശമാകുമ്പോൾ ആരും തന്നെ പോകാറില്ല. ഈ കാലാവസ്ഥ നോക്കിയൊക്കെ വേണമായിരുന്നു വള്ളത്തിൽ. ചെറിയ വള്ളമായിരുന്നു. എന്തായിരുന്നു ആ വള്ളം? വള്ളത്തിന് നല്ല നീളമുള്ള വെള്ളമായിരുന്നു. വില്ലിപ്പൊക്ക ഇല്ല. നീളമുണ്ട് വള്ളത്തിന്. നല്ല നീളമുള്ള വെള്ളമായിരുന്നു വില്ലിപ്പൊക്ക. അങ്ങനെയാണ്. ഓളം അടിച്ചു കയറി മുങ്ങിപ്പോയി. വള്ളത്തിന് പിടിപ്പില്ലാത്ത വെള്ളമായിരുന്നു. വെച്ചാൽ നീളമുണ്ട്, വില്ലിപ്പൊക്ക ഇല്ല. ഒരുപാട് ആൾക്കാർ കയറാവുന്നതിലും അധികം ആൾക്കാരെ കൊണ്ടുപോകാന്നുള്ളൊരു ധൈര്യം. കാരണം ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് വെള്ളം ഓടി ചെല്ലാവുന്ന സ്ഥലമേ ഇവർ പോയ സ്ഥലത്തേക്ക്. 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും അടുത്താണ് സ്ഥലം. പക്ഷെ പ്രകൃതി ഇത്രയും മോശമായപ്പോഴത്തേക്കും അവർ വള്ളം അത് എന്താ അങ്ങനെ സംഭവിച്ചു ചെയ്യരുതായിരുന്നു. അതായത് ഇത്രയും ഓളമുള്ള ഒരു സമയമാണ്. അതായത് സാധാരണ ആളുകൾ ഇതിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഈ സമയത്തെ കാലാവസ്ഥ, അതായത് ശക്തമായ കാറ്റും തിരയും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു നീളമുള്ള വള്ളമാണ്. അതായത് സാധാരണ കൂടുതൽ ആളുകൾ കയറുന്ന വള്ളമാണെങ്കിൽ അതിന് കുറച്ച് വീതിയൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഈ 22 പേരും ഒരുമിച്ച് ഈ വള്ളത്തിലേക്ക് കയറിയതാണോ ഈ അപകടത്തിന് കാരണമായത് എന്നുള്ളതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ കൂടി ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തഹസിൽദാർ നമ്മളോടൊപ്പം ഒന്നും കൂടി ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്? ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് 23 പേരിൽ 22 പേര് നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ സുരക്ഷിതരായിട്ടുണ്ട്. അപ്പോൾ അവരെ അവരുടെ നാട്ടിലേക്ക് പാണാവള്ളിയിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണമെന്നൊരു പ്രാഥമിക വിലയിരുത്തൽ ശക്തമായ ഒഴുക്കും കാറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് തഹസിൽദാറാണ് നമ്മളോട് സംസാരിച്ചത്. എല്ലാ സൗകര്യങ്ങളും ഇവരെ വീട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരുക്കി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുങ്ങിയ വള്ളം കൂടി നമുക്ക് ചോദിക്കാം. ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന്? കിട്ടിയിട്ടുണ്ട്. മുക്കഞ്ചെട്ടി. അത് ഒഴുകിപ്പോയിട്ടുണ്ടോ? ഒഴുകിപ്പോയ പെരുമ്പളം. അത് എത്ര പേർക്ക് കയറാന്ന വള്ളമോ? സാധാരണ ഒരു വലിപ്പം വെച്ച് 10-25 പേർക്ക് കയറാവുന്നതാണ്. പക്ഷേ മുഴപ്പ് കൂടുതലായതുകൊണ്ട് ആറ്റിൽ നിന്ന് എപ്പോഴും വെള്ളം തള്ളി നിൽക്കുന്നതുകൊണ്ട് ഉഴപ്പ് കൂടുതലാണ്.
ഇപ്പോൾ സ്കൂബ ടീം കൂടി ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം സംഘവും കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി വിശദമായിട്ടുള്ള തിരച്ചിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോപി, ഏറ്റവും പ്രയാസകരമെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഓളവും തിരയും ഒക്കെയാണ്. അവിടെ ഇറങ്ങി പരിശോധിക്കുക എന്ന് പറയുന്നത് അല്പം ദുർഘടമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക ടീമും ഫയർഫോഴ്സ് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്.